നിന്നോട് ഇവിടുന്ന് ഇറങ്ങിപ്പോവാൻ പറയാൻ മടിച്ചാ ഞാൻ ഇത്രയും വിവരിച്ചു പറഞ്ഞത്. അതിന് നിന്റെ മുഖത്തൊക്കെ ഞാൻ പറയണോ? നീ ആളത്ര ശരിയല്ലെന്ന് നിന്റെ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട്. പ്രണയത്തിന്റെ അന്ധത കാരണം എന്റെ അനിയത്തിക്ക് അത് കാണാൻ കഴിയുന്നില്ലെന്നേ ഉള്ളൂ. ഒരു ദിവസം ആ മറ നീങ്ങുമ്പോ അവളത് മനസ്സിലാക്കും. അതിനി അധികം കാത്തിരിക്കേണ്ടി വരില്ല. നീയും അവളും രഹസ്യമായി സംസാരിക്കുന്നിടത്തേക്ക് ഈ സച്ചേട്ടൻ പെട്ടെന്ന് കയറി വന്ന എന്താ സംഭവിക്കുന്നുള്ള നിന്റെ സംശയം മാറ്റിത്തരാൻ എനിക്ക് അറിയാൻ പാടില്ലാത്തോണ്ടല്ല. ആ സംശയം തീരുമ്പോ നീ ഇങ്ങനെ രണ്ടു കാലിൽ നിൽക്കില്ല. ഈ കാണിച്ചു കൂട്ടുന്നതിന്റെയൊക്കെ ശിക്ഷയായി കിട്ടുന്ന ആദ്യത്തെ അടി അത് എന്റെ അനിയത്തിയുടെ കൈകൊണ്ട് തന്നെ ആവണമെന്നുള്ള ആഗ്രഹം കൊണ്ടാ ഞാനിതെല്ലാം വാചകത്തിൽ അവസാനിപ്പിക്കുന്നത്. ഇനിയും ഞാനിവിടെ നിന്നാ ആ ആഗ്രഹം ചിലപ്പോ ഞാൻ മറന്നു പോയിന്ന് വരും. പോട്ടെ. ACP എത്തി. എന്തായി കാര്യങ്ങളൊക്കെ? ഫോറൻസിക് പരിശോധന നടത്തുന്നുണ്ട് സർ. ആരുടെ ബോഡിയാണെന്ന് വല്ലതും തിരിച്ചറിയാൻ പറ്റുമോ? ഇല്ല സർ, കുറേ ദിവസത്തെ പഴക്കമുണ്ട്. മുഖമൊന്നും വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നില്ല. കോൺസ്റ്റബിൾ, സാർ, ഞങ്ങളുടെ ആദ്യത്തെ പരിശോധന കഴിഞ്ഞോ? ഇനി ബാക്കി പ്രൊസീജിയേഴ്സിലേക്ക് പോകാം. ബോഡി ആദ്യം കണ്ടതാരാ? ദേ അയാളാണ് സർ. ഡോ ഇങ്ങ് വന്നേ. താനാണോ ബോഡി ആദ്യം കണ്ടത്? അല്ല സാർ, ഇവിടെ സ്കൂബ ഡൈവിംഗ് പിടിക്കുന്ന പിള്ളേർ രാവിലെ പരിശീലനത്തിന് വരും. അവരാ എന്നോട് വന്ന് ഈ വിവരം പറഞ്ഞത്. അങ്ങനെയാ ഞാൻ വന്ന് നോക്കിയത്. എന്നിട്ട് ആ പിള്ളേരെവിടെ? അവർ പോയി സാർ. വേറെ ഏതോ നാട്ടിൽ നിന്ന് വന്ന് ഇവിടെ നിന്ന് പഠിക്കുന്ന പിള്ളേരാ. അവർക്ക് നല്ല പേടിയുണ്ടായിരുന്നു സാർ. തൻ്റെ പേരെന്താ? സാർ, എൻ്റെ പേര് രാജൻ. ഞാൻ എന്തോ അവിടെയാ താമസിക്കുന്നത്. പണ്ടിവിടെ ഈ കോറിയിലായിരുന്നു ജോലി. ഇപ്പൊ പിന്നെ അല്ലറ ചില്ലറ ജോലികളായിട്ട് പോകുന്നു. ബോഡിയിൽ അസ്വാഭാവികത എന്തെങ്കിലും ഉള്ളതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടായിരുന്നു?
അതോ സൂയിസൈഡ് തന്നെയാണോ? അങ്ങനെ പറയത്തക്കതായ ഒന്നുമില്ല. പിന്നെ നെറ്റിയുടെ ഇടത് ഭാഗത്തായി ഒരു മുറിവുണ്ട്. മുറിവെന്ന് പറഞ്ഞാൽ ഇരുമ്പ് കമ്പിയോ മറ്റെന്തെങ്കിലും കട്ടിയുള്ള വസ്തുവോ വെച്ച് അടിച്ചതുപോലെ. നല്ല ആഴത്തിലുള്ള മുറിവാ അത്. അതിപ്പോ ആരെങ്കിലും അടിക്കണമെന്ന് തന്നെ ഇല്ലല്ലോ. താഴേക്ക് വീഴാൻ നേരം പാറയിൽ തലയിടിച്ചതും ആയിക്കൂടെ? അങ്ങനെ ആവാൻ വഴിയില്ല സർ. താഴേക്ക് വീണ സമയത്ത് ഇടിച്ചതാണെങ്കിൽ അയാളുടെ ഷർട്ടിലും മുണ്ടിലും ബ്ലഡ് ഇത്രയ്ക്ക് സ്പ്രെഡ് ആവില്ലായിരുന്നു. ഷർട്ടിലും മുണ്ടിലും രക്തം കട്ടുപിടിച്ച അവസ്ഥയിലാണുള്ളത്. അത് അയാളുടെ ബ്ലഡ് തന്നെയാണോ എന്ന് സാമ്പിൾ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്കറിയാൻ കഴിയുകയുള്ളൂ. എത്ര ദിവസം പഴക്കം വരും ബോഡിക്ക്? ഏകദേശം ഒരാഴ്ച കഴിഞ്ഞിട്ടുണ്ട് സർ. വ്യക്തമായിട്ട് ഇപ്പോൾ ഒന്നും പറയാൻ കഴിയില്ല. കഴിഞ്ഞ ഒരാഴ്ചയായിട്ടും ഇന്നാണോ ആ സ്കൂബ ഡൈവിംഗ് പിള്ളേര് ഇത് കാണുന്നത്? അവരെന്നും വരാറില്ല സാറേ, അവധി ദിവസങ്ങളിലാണ് വരാറ്. ഇന്ന് അവധി ദിവസം അല്ലല്ലോ. അവർക്ക് എവിടെയോ ട്രെയിനിങ് ഉള്ളതുകൊണ്ട് ഇന്ന് വന്നെന്നാ പറഞ്ഞത്. ബോഡി ഐഡന്റിഫൈ ചെയ്യാനുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്തോ? ആ ചെയ്തു സർ. ഐഡന്റിഫൈ ചെയ്തു കഴിഞ്ഞാൽ ഉടനെ ബോഡി മോർച്ചറിയിലേക്ക് മാറ്റണം സർ. ഇതൊക്കെ മീഡിയ അറിയുന്നതിന് മുമ്പ് തന്നെ വേണം. ശരി സർ. ബോഡിയിൽ നിന്ന് മറ്റെന്തെങ്കിലും കിട്ടിയായിരുന്നോ? പേഴ്സോ ഫോട്ടോയോ അങ്ങനെ എന്തെങ്കിലും? സർ, ആദ്യത്തെ പരിശോധനയിൽ അയാൾ ഇട്ടിരുന്ന ഷർട്ടിന്റെ ബട്ടണിൽ ഒരു മാല കുടുങ്ങി കിടപ്പുണ്ടായിരുന്നു. അത് അയാളുടേതാണോ എന്നറിയില്ല. ഡോ, അതിങ്ങ് കൊണ്ടുവന്നേ. മോളെ, മാഷേ, അനൂപേ, ഒന്ന് ഓടി വാടാ. അയ്യോ മോളെ, ആതിരേ, 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 അയ്യോ മോളെ, മീനെ, അയ്യോ ആതിരേ, മോളെ, മോളെ എടി എന്താ? മാഷേ ഒന്ന് ഓടി വാ. അയ്യോ മോളെ, മോളെ ആതിരേ. ഹലോ, അർച്ചനയല്ലേ? അതെ, ആരാ? അർച്ചന, ഞാൻ സ്ഥലം ACP ആണ് സംസാരിക്കുന്നത്. എന്താ സർ? അർച്ചനയ്ക്ക് ഒരു അജയനെ അറിയും. ഹലോ അർച്ചന, കേൾക്കുന്നുണ്ടോ? ആ, കേൾക്കുന്നുണ്ട്. അതെ, അർച്ചനയ്ക്ക് അജയനെ പരിചയമുണ്ടോന്ന്? അങ്ങനെ ചോദിച്ചാ പരിചയമായിട്ടൊന്നുമില്ല സർ, അറിയാം, അത്രേ ഉള്ളൂ. അർച്ചനയ്ക്ക് അറിയാമെന്ന് കളക്ടർ മാഡം പറഞ്ഞതുകൊണ്ടാണ് ഞാൻ വിളിച്ചത്. എന്താ സർ, എന്താ കാര്യം? ഇവിടെ ഒരു പാറക്കോറയിൽ കിടന്ന് ഒരു ഡെഡ് ബോഡി കിട്ടിയിട്ടുണ്ട്. അത് അജയൻ്റേതാണോ എന്ന് ഒരു സംശയം. അയാളുടെ ബന്ധുക്കളെയൊക്കെ വിവരം അറിയിച്ചിട്ടുണ്ട്. അവര് വന്ന് ബോഡി ഐഡന്റിഫൈ ചെയ്യും, എന്നിട്ടേ ഉറപ്പ് പറയാനാവും.
അജയൻ തന്നെയാണെന്ന പോലീസിന്റെ നിഗമനം. സർ അതിന് എന്നെ വിളിക്കാൻ പറഞ്ഞ എന്തിനാ? കളക്ടർ മാഡം പറഞ്ഞപ്പോ അർച്ചനയുടെ പരിചയത്തിലുള്ള ഒരു ധനുഷിനെ പറ്റി പറഞ്ഞിരുന്നു. അയാള് ആളെങ്ങനെയാ? അത് പിന്നെ അതൊക്കെ ഞങ്ങൾ അന്വേഷിച്ചോളാം. എനിക്കിപ്പോൾ അറിയേണ്ടത് മറ്റൊരു കാര്യമാണ്. ഞാൻ അർച്ചനയുടെ ഫോണിലേക്ക് ഒരു ഫോട്ടോ അയച്ചിരുന്നുണ്ട്, ഒരു മാലയുടെ ഫോട്ടോ. ആ മാല എവിടെയെങ്കിലും കണ്ടതായി ഓർമ്മയുണ്ടെങ്കിൽ എന്നെ ഒന്ന് തിരിച്ചു വിളിക്കണം. മാലയോ? അതെ, അജയന്റെ എന്ന് സംശയിക്കുന്ന ആ ബോഡി കിട്ടിയപ്പോൾ ആ ഷർട്ടിന്റെ ബട്ടണിൽ കുടുങ്ങിക്കിടന്ന മാലയത്. ഞങ്ങളുടെ ചില സംശയങ്ങൾ ക്ലിയർ ചെയ്യാനാണ് ഞാൻ അർച്ചനയുടെ ഫോണിലേക്ക് ആ സ്വർണ്ണമാലയുടെ ഫോട്ടോ ഫോർവേഡ് ചെയ്യുന്നത്. ആ ഫോട്ടോ കണ്ടിട്ട് തിരിച്ചറിഞ്ഞാലും ഇല്ലെങ്കിലും എന്നെ വിളിക്കണം. ശരി സർ, ഞാൻ വിളിക്കാം. ഓക്കെ അർച്ചന, ഫോട്ടോ ഞാൻ ഇപ്പം അയക്കാം. അർച്ചനേട്ടത്തി, ഇതെന്താ ഫോണിൽ നോക്കി ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുന്ന? എന്താ? ഈ മാല നീ കണ്ടിട്ടുണ്ടോ ഇത്? എനിക്കറിയില്ല. ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട് ഏട്ടത്തി. ഇത് നീ ഒന്ന് ഓർത്ത് നോക്കേ, ആരുടെ ഇത്? ഏട്ടത്തി, ഇത് ധനുഷിന്റെ മാലയാ. അതെ, ഇത് അവന്റെ തന്നെയാ. ഉറപ്പാണോ നിനക്ക്? ഉറപ്പാ. അവന്റെ കഴുത്തിൽ ഞാനിത് കണ്ടിട്ടുണ്ട്. അപ്പോ അജയന് ധനുഷ് കൊന്നാണോ? അതെങ്ങനെയാ? അവനെ കിട്ടിയിട്ടത് നമ്മളല്ലേ? സച്ചേട്ടാ, കാര്യങ്ങൾ ആകെ കുഴപ്പത്തിലായ മട്ട. എന്തുപറ്റി? ഇവിടുത്തെ ACP എന്നെ ഇപ്പൊ വിളിച്ചിരുന്നു. ACP? എന്തിന്? പാറക്വാറിയിൽ ഏതോ ബോഡി കിട്ടിയെന്നും അത് അജയന്റേതാണോ എന്ന് സംശയമുണ്ടെന്നും ശാലിനി പറഞ്ഞിട്ട് വിളിക്കുന്നതെന്നും പറഞ്ഞു. ആളെ തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തില് ശരീരം അഴുകിയിട്ടുണ്ടെന്നാ പറഞ്ഞത്. ആളെ തിരിച്ചറിയാൻ പറ്റാത്ത സ്ഥിതിക്ക് അത് അജയനാണെന്ന് എന്താ ഉറപ്പ്? അല്ല, അതിന് താനത്ര ടെൻഷൻ ആവേണ്ട കാര്യം എന്താ? ടെൻഷൻ ആവണം സച്ചേട്ടാ. അജയൻ എന്ന് സംശയം തോന്നിക്കുന്ന ഡെഡ് ബോഡിയിൽ നിന്നും ഷർട്ടിൽ കുടുങ്ങിയൊരു മാലയുടെ ഫോട്ടോ അദ്ദേഹം എനിക്ക് അയച്ചു തന്നു. ആ മാല എവിടെയെങ്കിലും കണ്ടതായിട്ട് ഓർക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അജയന്റെ കഴുത്തിൽ കിടക്കുന്ന മാലയൊക്കെ നമ്മളെങ്ങനെ അറിയാന്? അതൊക്കെ അവന്റെ വീട്ടുകാരോടല്ലേ ചോദിക്കേണ്ടത്. മാല അജയന്റേതല്ല സച്ചേട്ടാ, ധനുഷിന്റെയാ. ധനുഷിന്റെയോ? അതെ, അനക കണ്ടിട്ട് പറഞ്ഞു അത് ധനുഷിന്റെ ആന്ന്. അതാ എനിക്ക് ടെൻഷൻ.
നമ്മുടെ സംശയം ശരിയാവുകയല്ലേ ചെയ്തേ? ധനുഷിന് ഈ കൊലപാതകവുമായി ബന്ധമുണ്ട് എന്ന് നമ്മുടെ സംശയം. അവന്തിയടുത്തേക്കും ധനുഷിനും ഈ കൊലപാതകത്തിൽ പങ്കുണ്ടെന്നുള്ളത് നമ്മൾ കണ്ടുപിടിച്ച കാര്യമല്ല. അത് പോലീസ് കണ്ടുപിടിച്ചതല്ല. ഇനിയുള്ള ACPയുടെ അന്വേഷണം ആ മാലയെ ചുറ്റിപ്പറ്റിയാവും. ധനുഷിന്റെ മാലയെന്ന് നമുക്ക് ഏകദേശം ഉറപ്പുള്ള സ്ഥിതിക്ക് പാറക്കോറയിൽ അടിഞ്ഞ ബോഡി അജയന്റേതാണെന്നുള്ള കാര്യം ഉറപ്പാ. അത് പോലീസ് തിരിച്ചറിഞ്ഞ് മാലയായിട്ട് ബന്ധപ്പെട്ട അന്വേഷണത്തിൽ അവര് തിരക്കി വരുന്നത് ധനുഷിനെ ആയിരിക്കും. ഇത് എന്റെ മാലയല്ലെന്നോ ഇതുപോലത്തെ ധാരാളം മാലകൾ ഉണ്ടെന്നും പറഞ്ഞ് അവര് ചിലപ്പോൾ രക്ഷപ്പെട്ടേക്കും. തെളിവില്ലാത്തതിനാൽ നമ്മുടെ ഊഹങ്ങൾക്ക് ഒരു വിലയും ഉണ്ടാവില്ല. പിന്നീടുണ്ടാവുന്ന അന്വേഷണത്തില് നമ്മൾ അവനെ അവസാനമായിട്ട് കണ്ടതും ഉപദ്രവിച്ചതും ഒക്കെ പോലീസിന് മനസ്സിലാക്കാൻ പാകത്തിന് എന്തെങ്കിലും തെളിവ് ലഭിച്ചാൽ ഈ കൊലപാതക കുറ്റം നമ്മുടെ തലയിലേക്ക് വരും. മാലയുടെ അന്വേഷണമായിട്ട് പോലീസ് ഇവിടെ വരുമ്പോ അനഘയെ അജയൻ തട്ടിക്കൊണ്ടുപോയ കഥയെങ്ങാനും അവന്തിയെടുത്ത് പറഞ്ഞ പിന്നെ അനഘ എങ്ങനെ രക്ഷപ്പെട്ടു എന്നാവും ACPയുടെ അടുത്ത ചോദ്യം. അങ്ങനെ ACP ചോദിച്ചാ നിരപരാധികളായ നമ്മൾ പ്രതികളായി മാറും. ഞാനും സച്ചേട്ടനും സന്ദീപും മീരയെടുത്ത് ഉൾപ്പെടെ 4 പ്രതികൾ. എല്ലാത്തിനും സാക്ഷിയായിട്ട് അനഘയും. വല്ലാത്തൊരു കുരുക്കില്ല സച്ചേട്ടാ നമ്മൾ പെട്ടിരിക്കുന്ന. അഴിക്കും തോറും കുരുക്ക് മുറുകി വരുന്ന, നമ്മൾ ശ്വാസം മുട്ടിക്കുന്ന വല്ലാത്തൊരു കുരുക്കില്ല. സന്ദീപിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. എന്താ ചെയ്യ? അവൻ അർച്ചനയുടെ അടുത്ത് പോയി കാണും. അർച്ചനെ ഒന്ന് വിളിച്ചു നോക്ക്. ഈ മരുന്ന് വേഗം വാങ്ങിക്കൊണ്ട് വരണം. ആ ഞാൻ പോരാ. നിങ്ങൾ ഇവിടെ നിന്ന് കരാതെ അവിടെ എങ്ങനെ പോയിരിക്കേ? അനക്ക ഉറപ്പിച്ച് പറയുന്ന സ്ഥിതിക്ക് ഇത് ധനുഷിന്റെ തന്നെയാവും. ഏട്ടനും ഏട്ടത്തെയും ഇതിൽ ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ ഒരു അന്വേഷണം വന്നാലും നമ്മൾ അജയനെ കണ്ടിട്ടില്ല. നമ്മളെല്ലാവരും ഒരുപോലെ നിഷേധിച്ചാൽ പിന്നെ മറ്റു തെളിവുകളൊന്നും തന്നെയില്ല. അറിഞ്ഞിടത്തോളം ആ ACP ആളൊരു മിടുക്കന്. അയാൾ ചിലപ്പോ അന്വേഷിച്ച് നമ്മളിലേക്ക് എത്താൻ സാധ്യതയുണ്ട്. അതാ ഒരു പേടി. എത്ര മിടുക്കനായാലും നമ്മൾ ചെയ്യാത്ത തെറ്റ് നമ്മൾ ഏൽക്കണം. അജയനെ കണ്ടിരുന്നു. അനക്കയെ രക്ഷിക്കാൻ ശ്രമിച്ച കൂട്ടത്തിൽ തല്ലുകയും ചെയ്തു. നമ്മളങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ അനക്കയുടെ കാര്യം എന്തായനെ? ഇപ്പോ നിലവിൽ നമ്മൾ ആർക്കും സംശയമില്ല. ഇനിയിപ്പോ ടെൻഷൻ അടിച്ച് ഇതുപോലെ ചർച്ച ചെയ്ത് മറ്റുള്ളവർ കൂടി സംശയം കൊടുക്കണം. നമ്മൾ എന്താണോ തീരുമാനിച്ചിരിക്കുന്നത് ആ വഴിക്കൂടെ തന്നെ നമുക്ക് പോവാം.
പോലീസ് അവരുടെ രീതിയിൽ അന്വേഷിക്കട്ടെ. അതിനെല്ലാം മുൻപ് ആ മാല ധനുഷിന് തന്നെയാണോ അല്ലേന്ന് അനഘ പറഞ്ഞതല്ലാതെ നമുക്ക് ഏതെങ്കിലും രീതിയിൽ ബോധ്യം വേണം. അത് ഉറപ്പായി കഴിഞ്ഞാൽ പിന്നെ അവന് അജയന്റെ മരണത്തിൽ എന്താണ് ഇടപാടെന്നറിയാൻ വളരെ എളുപ്പം. മാല ധനുഷിന്റെ ആണോ അല്ലയോ എന്ന് ഞാൻ കണ്ടുപിടിച്ചുതരാം. ആണെങ്കിലും അല്ലെങ്കിലും തൽക്കാലം ACPയോട് നമുക്ക് ഇതിനെക്കുറിച്ചൊന്നും പറയണ്ട. അവരായിട്ട് കണ്ടുപിടിക്കുന്നെങ്കിൽ അതായിക്കോട്ടെ. അനുപേണ്ണ അനുപേട്ടനോ?